शिरास, सवाद, सरित, शिथिल, नीरज, कृष्ण प्रसाद, निहारा, अंबिली, लिस कुलिचन, अर्चना, निपिना, नीतू, सपना and अमेन. Para dances so then it's fast. വായിൽ വെക്കാൻ ബന്ന് നീ എന്തോ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. പിന്നെ കുറച്ച് ഡാൻസ് കൂടി പഠിച്ചിരുന്നാ നല്ലത്. ചെറിയ 1-2 സ്റ്റെപ്പ് എവിടെയെങ്കിലും സൊസൈറ്റി പോകുമ്പോ ഡാൻസ് അറിയാമോ എന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങ് ഡാൻസ് ചെയ്യണം. അതായത് ഇപ്പൊ പ്രവേശിച്ച് ചൊറി വന്നാൽ ചൊറിയുമല്ലോ, അത് മാതിരിയായിരിക്കും ഡാൻസ്. Come on, dance. Come on, come on. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല പൊളിയാ. എല്ലടാ മോനെ. വാർദ്ധക്യായി ഞങ്ങൾ സമ്മതിക്കാൻ വയ്യ. ഫാഷൻ ഇത്തിരി കൂടുണ്ട്. അല്ല എന്നൊരു ജനസംസാരം ഉണ്ടേ. ഗോവർദ്ധൻ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ? ഹാർട്ട് കണ്ടീഷൻസ്, BP, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ, അങ്ങനെ എന്തെങ്കിലും? എനിക്കങ്ങനെ പ്രായമൊന്നും ആയിട്ടില്ല. വെറും 31 വയസ്സുള്ള ഒരു ബാച്ചിലറാണ് ഞാൻ. നമുക്കൊരാനന്ദ കല്യാണം നാമനായി മാറനായി വന്നിതാ എന്റെ മച്ചം വീഞ്ഞ് വെച്ചൊരു പണ്ടിക്ക് സ്വന്തക്കാരനാ. മഞ്ഞളും പൂശിവ വന്നിതാ നിന്റെ മച്ചാൻ വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. ढेर सारा प्यार, थोड़ा सा झंडू बाम, सर दर्द से झटपट आराम. ചായ പിടിക്കാൻ പോയല്ലോ. പിന്നെ ചായ മാത്രം ആക്കണ്ട, ഓരോ കുറ്റി പുട്ടും കൂടി പോരട്ടെ. 2 കുറ്റി പുട്ടും കൂടി പോരട്ടെ. വൈകിട്ടെന്താ പരിപാടി? ഇങ്ങനെ ഒരുമിച്ച് കള്ളക്കടിച്ചിട്ട് എത്ര നാളായുടെ കൃഷ്ണ? ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, കൊണ്ടുവാ കൊമ്പിട് കുറുങ്കുഴൽ കൊട്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് സോറി. എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. എടുത്തു മാറ്റാൻ പറടാ. പോലീസത്തെ ട്രാക്ക് മാറ്റി. ചെമ്പഴുക്ക തൊട്ടെടുത്ത്
മമ്മ ഒരു കാര്യം പറയട്ടെ, മമ്മൂട്ടിക്ക് ഗുഡ് ടച്ചും ബാഡ് ടച്ചും എന്താന്നറിയോ? ഇല്ല. മമ്മ ഇവിടെ തൊട്ടാ അത് ഗുഡ് ടച്ച്, മമ്മ ഇല്ലാത്തപ്പോ ആരെങ്കിലും ഇവിടെയൊക്കെ തൊട്ടാ അത് ബാഡ് ടച്ച്, അപ്പൊ ഇവിടെ തൊട്ടാ ബാഡ് ടച്ച്. പതിനെട്ട് വയസ്സ് പൂർത്തിയാകും മുമ്പ് നമ്മുടെ കുട്ടികളിൽ 5-1 ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു. തീർത്തും അപരിചിതർ മാത്രമല്ല ഉത്തരവാദികൾ. ഇത് സംഭവിക്കുന്നത് കുട്ടിക്ക് ഏറ്റവും പരിചിതമായ ചുറ്റുപാടുകളിലുള്ള ആളുകളിൽ നിന്നാണ്. പലപ്പോഴും തുറന്നു പറയാൻ കഴിയാതെ മൂടിവെക്കുന്ന ഈ വിഷയം, അതിന്റെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ചുമതല നമ്മൾ മുതിർന്നവർക്കാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നേരെ സമൂഹത്തിന്റെ എല്ലാ നിലകളിലും ഇത് നടക്കുന്നുവെന്ന സത്യം തിരിച്ചറിഞ്ഞ് അതിനെതിരെ പ്രവർത്തിക്കാൻ, അതിൽ നിന്നുണ്ടാകുന്ന ആഘാതം മായ്ക്കാൻ നമ്മൾ ബദ്ധശ്രദ്ധരാകണം. ഓർക്കുക, ഈ ചുമതല നമ്മുടേതാണ്. ഓരോ കൊച്ചുകുട്ടിയും നമ്മുടെ സുരക്ഷയിലാണ്. ഈ അതിക്രമം നടന്നാൽ അത് പുറത്തേക്ക് കൊണ്ടുവരാനും റിപ്പോർട്ട് ചെയ്യാനുമുള്ള കടമ നമ്മുടേതാണ്.